ഈ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരുമിച്ച് നിന്ന് റഷ്യ അട്ടിക്കാൻ തീരുമാനിച്ചാൽ റഷ്യ അങ്ങ് തുളച്ചു കളയാം. റഷ്യക്ക് പിന്നെ പഴയ പോലെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവർക്ക് ഡിഫെൻസീവ് മെക്കാനിസം ഇല്ല ഇപ്പോഴ്. കാരണം മാൻ പവർ ഇല്ല. നോർത്ത് കൊറിയൻ ആൾക്കാരെ കൊണ്ട് അവനും കുറച്ചും ചത്തി അവൻ തിരിച്ചുപോയി. ആ സ്ട്രാറ്റജി ഇല്ലാതായി. അതായത് ചൈന അടുത്ത രണ്ടാമത്തെ പ്ലേസിലോട്ട് വരുക, 4000 കിലോമീറ്റർ ബോർഡറുള്ള ഇന്ത്യയുമായിട്ട്. അതാരാ ഓപ്പൺ ചെയ്തു കൊടുത്ത്? നമ്മുടെ പ്രധാനമന്ത്രി. എങ്ങനെ? ഓപ്പറേഷൻ സിന്ദൂർ. അതാ പറയുന്നത്, നമ്മൾ ഈ വീറും വീമ്പും ഒക്കെ പടക്കമായിട്ട് നടക്കുമ്പോൾ ഈ തലയ്ക്ക് അടി കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പം അടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവൻ കയറി അടിക്കും. വീക്കെന്ന് പറഞ്ഞാൽ വീണ്ടും അടിക്കും. ഇതെല്ലാം ഇതൊക്കെ ചുമ്മാ തള്ളല്ലായിരുന്നു, അപ്പം എല്ലാം തള്ളുമായിരുന്നു. ഞാനീ പറയുന്നത് നിങ്ങൾ കുറിച്ചിട്ടോളൂ. ഒരു ഹ്യൂജായിട്ട് ഇത്രയും ചൈന സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെപ്പൺസ് വിൽക്കണം, അതിന് മാർക്കറ്റ് വേണം, അതിനൊരു ഗ്ലോബൽ റെക്കഗ്നേഷൻ വേണം, അതിനൊരു പ്ലാറ്റ്ഫോം അവർ കൂടി. ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ അച്ചീവായി. ഇങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് VSJയുടെ ഈ റിപ്പോർട്ട്, പാകിസ്ഥാൻ റിപ്പോർട്ട്, ചൈനീസ് വെബ്സൈറ്റിൽ വന്ന റിപ്പോർട്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഗ്ലോബലായിട്ട് വരും. കാരണം ചൈന വലിയൊരു മാർക്കറ്റാണ്. മനസ്സിലാക്കുക, ഇന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ലോബിയിങ് നടത്തുന്ന രാജ്യം ചൈനയാണ്.